ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വിദ്യ വിദ്യൂസ് യൂട്യൂബ് ചാനൽ. രാവിലെ എണീറ്റ് മുറ്റത്തൂടെ നടക്കുമ്പോൾ ഒരാൾ എന്നെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. വേറെ ആരുമല്ല, നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു താളിൻ്റെ ഇല. ഇത് വെച്ചിട്ടാണോ ഇന്നത്തെ വർക്ക്? ഇത് വെച്ചിട്ടല്ല, ഇതിനെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ? സീറോ കോസ്റ്റിൽ അടിപൊളി പ്ലാൻസ് നമുക്ക് തന്നെ ചെയ്തെടുക്കാലോ. എൻ്റെ കയ്യിലുള്ള മാസ്കിംഗ് ടാപ്പ് വെച്ചിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ നമ്മൾ എല്ലാവരും ഉപേക്ഷിച്ച് കളഞ്ഞ സർജിക്കൽ മാസ്ക് ഇല്ലേ, അതിനുള്ളിൽ ആ കമ്പിയുള്ള ഭാഗം കൂടി എടുക്കുന്നുണ്ട്. വീഡിയോ കാണുന്നത് പോലെ കമ്പി മാസ്കിംഗ് ടാപ്പിന്റെ നടുവിലായി വരുന്ന വിധത്തിൽ വെച്ച് മാസ്കിംഗ് ടാപ്പ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് ചെയ്താൽ നല്ല ഭംഗിയിൽ കിട്ടുവേ. ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ കുറച്ച് വൃത്തിയെടുക്കെ ഉണ്ടാവും, അതൊന്നും കാര്യമാക്കണ്ട. അതൊന്നും ഫൈനൽ ലുക്കിനെ അഫക്റ്റ് ചെയ്യൊന്നുമില്ല. അതിനുശേഷം നമുക്ക് ഏത് ഇലയുടെ ആകൃതിയാണോ വേണ്ടത് ആ ആകൃതിയിലൊന്ന് പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തും കൂടി എടുക്കുക. തണ്ടുപോലെ വരുന്ന കമ്പി താഴേക്കൊന്ന് വളച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് താഴെയായിട്ട് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കുഴിച്ചെടുത്തിട്ട് സൈഡൊക്കെ ആയ ഇലയുടെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒടിച്ചൊക്കെ ഒന്ന് കൊടുക്കുന്നുണ്ട്. ഇനി ആ ലീഫിന് ഗ്രീൻ കളർ കൊടുക്കണ്ടേ? അതിനായിട്ട് ഞാൻ സാപ്പ് ഗ്രീൻ ആണ് എടുത്തിരിക്കുന്നത്. കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഒക്കെ ഫുള്ളായിട്ട് ഗ്രീൻ കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിന്റെ തണ്ടിലും ഗ്രീൻ കളർ അടിച്ചു കൊടുത്തോളൂ. കുറച്ചും കൂടി ഒറിജിനാലിറ്റി തോന്നിക്കാൻ വേണ്ടിയിട്ട് ഒരു ലൈറ്റ് ഗ്രീൻ കൂടി എടുത്തിട്ട് ഇലയുടെ എല്ലാ സൈഡിലും ചെറുതായിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. ഒരു സ്പോഞ്ച് വെച്ച് ചെയ്ത് കൊടുത്താൽ മതിയേ. ഇനി നമുക്ക് ഇലയുടെ നടുവിലായിട്ടുള്ള പിങ്ക് കളർ ലൈൻസ് വരച്ചെടുക്കാനായിട്ട് ആദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് വൈറ്റ് കളർ കൊണ്ട് വരച്ചെടുക്കുന്നുണ്ട്. പിങ്ക് കളർ നേരിട്ട് വരയ്ക്കുമ്പോൾ ഇലയിൽ അങ്ങോട്ട് അട്രാക്ട് ചെയ്ത് കാണുന്നില്ല, ഭയങ്കരമായിട്ട് ഡള്ളായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് ആദ്യം വൈറ്റ് കളർ ലൈൻ വരച്ചു കൊടുത്ത ശേഷം അതിന് മുകളിലായിട്ട് പിങ്ക് കളർ അപ്ലൈ ചെയ്താൽ മതി. പിങ്ക് കളർ കറക്റ്റ് ലൈനായിട്ടില്ലല്ലോ, കുറച്ച് സ്പ്രെഡായിട്ടൊക്കെയാണ് ആ ഇലയിൽ കാണാനുണ്ടായത്. അതുകൊണ്ട് ആ മിഡിലെ വൈറ്റ് കളർ ലൈൻ ചെയ്യുമ്പോൾ കുറച്ച് സ്പ്രെഡായിട്ടൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അങ്ങനെ വൈറ്റ് ലൈൻ ഫുള്ളായി ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ കാണാനൊരു ഭംഗിയുണ്ടല്ലേ? താളിനത്തിൽപ്പെട്ട ചെടികൾക്ക് ഇതുപോലൊരു വെറൈറ്റി ഉണ്ടോന്നറിയില്ല. ഉണ്ടെങ്കിൽ നമ്മൾ 2 തരത്തിലുള്ള വെറൈറ്റിയിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഇതിന് പിങ്ക് കളർ അടിച്ചു കൊടുക്കണല്ലോ, അതുകൊണ്ട് വൈറ്റ് പോർഷൻ ഫുള്ളായിട്ട് പിങ്ക് കളറും കൂടി ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ഇനത്തിൽപ്പെട്ട ചെടികളൊന്നും ഇൻഡോർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് ഇൻഡോർ ആയിട്ടും സെറ്റ് ചെയ്യാലോ. ഈ ഒരു വർക്ക് മസ്റ്റ് ആയിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ.
അങ്ങനെ പിങ്ക് ലൈൻസ് എല്ലാം ഫുള്ളായിട്ട് ചെയ്തെടുത്ത ശേഷം ഇലയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറെ വൈറ്റ് ഡോട്ട്സ് കാണുന്നുണ്ടല്ലോ. അങ്ങനെ ചെറിയ ഡോട്ടും വലിയ ഡോട്ടും ഒക്കെ ആയിട്ട് ഫുള്ളായിട്ട് അതും കൂടി ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാം ചെയ്ത് സെറ്റാക്കി വെച്ച ശേഷം ഉണങ്ങാനായിട്ട് ഞാനത് മേശേന്റെ പുറത്ത് വെച്ചപ്പോൾ കാട്ടിൽ വളരുന്ന ചെടി എന്തിനാ അകത്തെടുത്തുകൊണ്ട് വന്നത്, മോനെങ്ങാനോ അതെടുത്ത് വായിലിട്ടാലോ എന്നൊക്കെ പറഞ്ഞ് പപ്പ കുറച്ച് വഴക്കൊക്കെ പറഞ്ഞു. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ വഴക്ക് പറയുന്നതായിട്ട് ഇത്രയും സന്തോഷിക്കുന്നത്. ഞാനതെടുത്ത് പപ്പേന്റെ കൈ കൊടുത്തപ്പോൾ പപ്പ അതെടുത്ത് തിരിച്ചും മറിച്ചൊക്കെ നോക്കി. ഇത് ആർട്ടിഫിഷ്യൽ ആണോ ഒറിജിനൽ പോലെ തന്നെയുണ്ട്, കണ്ടാ പറയില്ല സൂപ്പറാണെന്നൊക്കെ പറഞ്ഞ് പോകുന്നവരെ വരുന്നവരൊക്കെ പപ്പ എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ആ സമയം പൊങ്ങി പൊങ്ങി ആകാശം മുട്ടായിരുന്നു. ഞാൻ ചെയ്യുന്ന ഓരോ വർക്കൊക്കെ പാളി പോവാറുണ്ടെങ്കിലും ഇതെന്തായാലും സക്സസ് ആയി എന്ന് എനിക്കും തോന്നി. വീഡിയോ എടുക്കുമ്പോൾ ഫ്ലാഷ് ലൈറ്റ് കാരണം പെയിന്റ് കുറച്ച് ഗ്ലോ ചെയ്ത് കാണുന്നുണ്ട്, വീഡിയോയിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടൊക്കെ തോന്നാം. നാച്ചുറൽ ലൈറ്റിൽ കാണുമ്പോൾ ഒറിജിനൽ പോലെ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തിറങ്ങിയിട്ട് ചെടികളുടെ ഇടയിലൊക്കെ ഒന്ന് വെച്ച് നോക്കി. എന്നിട്ട് എന്റെ കസിൻ പിള്ളേരൊക്കെ വിളിച്ച് കാണിച്ചു കൊടുത്തു. ഒറിജിനൽ ആണെന്ന് വിചാരിച്ചെന്ന് അവരും കൂടി പറഞ്ഞപ്പോൾ ലോട്ടറി അടിച്ച സന്തോഷല്ലേ.